7 വർഷത്തിനിടെ ആദ്യമായി ഇന്ത്യക്ക് ടെഹ്റാനിൽ നിന്നും എണ്ണ ലഭിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ നിശബ്ദമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ US ഉപരോധങ്ങൾ കാരണം ഇറാനിയൻ എണ്ണ ഉപേക്ഷിക്കാൻ നിർബന്ധിതനായ ഇന്ത്യ വീണ്ടും ടെഹ്റാനിലേക്ക് തിരിയുകയാണ്. ഏകദേശം 6 ലക്ഷം ബാരൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ വഹിക്കുന്ന വിദേശ പതാകയുള്ള ടാങ്കർ ഏപ്രിൽ 4 ഗുജറാത്തിലെ ദീൻദയാൽ തുറമുഖത്തെ വാഡിനാറിൽ നങ്കൂരമിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർശനമായ ഉപരോധങ്ങൾ പാലിച്ചുകൊണ്ട് ന്യൂഡൽഹി ഇറക്കുമതി നിർത്തിവെച്ച 2019 മെയ് മാസത്തിനു ശേഷം ഇറാനിൽ നിന്നും ഇന്ത്യ നേരിട്ട് കയറ്റുമതി ചെയ്യുന്ന ആദ്യ സംഭവമാണിത്. കെപ്ലറിന്റെ മറൈൻ ട്രാഫിക്കിൽ നിന്നുള്ള തത്സമയ ഡേറ്റ കാണിക്കുന്നത് ഈശ്വദിനി പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കർ പിങ് ഷുൻ ഇന്ത്യയിലേക്ക് നീങ്ങുന്നു എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിരക്ക് ക്ഷണിച്ചു വരുത്തിയ ന്യൂഡൽഹി വീണ്ടും റഷ്യൻ ക്രൂഡിലേക്ക് മാറിയപ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സിങ്ങിലെ ഒരു പ്രധാന മാറ്റമാണിത്. റഷ്യയിൽ നിന്നും ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നത് ഉക്രൈൻ യുദ്ധത്തിന് നേരിട്ട് ഇന്ധനം നൽകുന്നുണ്ടെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. മോസ്കോയുടെ പ്രചാരണത്തിന് ധനസഹായം നൽകാൻ ന്യൂഡൽഹി സഹായിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. കഴിഞ്ഞ വർഷം ഇന്ത്യൻ കയറ്റുമതിയിൽ തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴും അത്തരം വ്യാപാരം സ്വീകാര്യമല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായി US നേതൃത്വത്തിലുള്ള സൈനിക നടപടികൾ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയപ്പോഴും ഇന്ത്യ ടെഹ്റാനിലേക്ക് തിരിഞ്ഞു. വിചിത്രമെന്ന് പറയട്ടെ, സംഘർഷം രൂക്ഷമായപ്പോൾ യുദ്ധത്തിന്റെ ശ്രദ്ധ കടലിടുക്ക് മുൻപ് തുറന്നിരുന്ന കടലിടുക്ക് തുറക്കുന്നതിലേക്ക് മാറി. ബുധനാഴ്ച വരെ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനാൽ കുറഞ്ഞത് 10 വിദേശ ടാങ്കറുകളും 18 ഇന്ത്യൻ കപ്പലുകളും ജലപാതയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നു. ഇതിൽ പകുതിയോളം ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ വിതരണങ്ങളാണ്. ടെഹ്റാനിലെ ആണവ പദ്ധതി തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള 2015 സംയുക്ത സമഗ്ര പദ്ധതിയിൽ നിന്നും പിന്മാറിയതിനു ശേഷമാണ് US ആദ്യമായി ഇറാനിൽ വ്യാപകമായ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയത്. ഉപരോധ ഇളവുകൾക്ക് പകരമായി ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ വികസനം, പ്രാദേശിക പ്രതിനിധികൾക്കുള്ള പിന്തുണ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ വാഷിംഗ്ടൺ ഉദ്ധരിക്കുകയും ചെയ്തു. പരമാവധി സമ്മർദ്ദം എന്ന പ്രചാരണം ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഇത് മൂന്നാം രാജ്യങ്ങൾക്ക് ദ്വിതീയ ഉപരോധങ്ങൾ നേരിടാതെ ഇറാനിയൻ എണ്ണ വാങ്ങുന്നത് അപകടകരമാക്കി. അനുയോജ്യമായ ഗ്രേഡുകൾ, അനുകൂലമായ ക്രെഡിറ്റ് നിബന്ധനകൾ, ഭൂമിശാസ്ത്രപരമായ സാമീപ്യം എന്നിവ കാരണം വളരെ കാലമായി ഇറാനിയൻ ക്രൂഡിനെയാണ് ഇന്ത്യ റിഫൈനറികൾ ആശ്രയിച്ചിരുന്നത്. 2019 മെയ് മാസത്തിൽ US ഇളവ് അവസാനിച്ചതിനു ശേഷം ഇറക്കുമതി നിർത്തി. 2018-19 ഇന്ത്യ പ്രതിവർഷം ഏകദേശം 23 മുതൽ 24 ദശലക്ഷം ടൺ ഇറാനിയൻ ക്രൂഡ് ഇറക്കുമതി ചെയ്തു. പൂർണ്ണ എണ്ണ ഞെരുക്കലിന് മുൻപുള്ള പീക്ക് വർഷങ്ങളിൽ ഇത് മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 10 മുതൽ 12% ആയിരുന്നു. 2019-20 ആയപ്പോഴേക്കും അത് ഏകദേശം 2 ദശലക്ഷം ടണ്ണായും പിന്നീട് 0 കുറഞ്ഞു. ഈ വിടവ് നികത്തുന്നതിനായി ഇന്ത്യ ആക്രമണാത്മകമായി വൈവിധ്യവൽക്കരിച്ചു. സൗദി അറേബ്യ, ഇറാഖ്, UAE, US തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വാങ്ങലുകൾ ഇന്ത്യ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.